മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വിവാദമായിട്ടുള്ള ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോക്കാണ് കല്യാൺസ് ജ്വല്ലേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക്. ഒരുപാട് മലയാളീസിൻ്റെയൊക്കെ നല്ല രീതിക്കുള്ള ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടി ആയതുകൊണ്ട് അതിൻ്റെ തകർച്ച വളരെയേറെ ശ്രദ്ധേയമായിരുന്നു. ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാവി എന്താണെന്നുള്ളത് നോക്കാം. ഒരുപാട് ആളുകൾ നല്ല ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കായിരുന്നു. പെടുന്നതിന് താഴേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമായി വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ഒരവസ്ഥ അഥവാ 2025 ജനുവരി മാസം 6-ാം തീയതി നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് 542 രൂപ 40 പൈസയാണ്. അഥവാ ഒറ്റ ദിവസം കൊണ്ട് താഴേക്ക് പോയത് 25 രൂപ 45 പൈസയാണ്. പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 4.48% താഴേക്ക് പോയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വൺ ഡേ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടുഡേ ലോ കാണിച്ചിട്ടുള്ളത് 538 രൂപ 10 പൈസയും ടുഡേ ഹൈ നോക്കിയിട്ടുള്ളത് 569 രൂപ 50 പൈസയാണ്. പക്ഷേ ഈ ഒരു ഫിഗർ കാണുമ്പം ചാടിക്കയറി ഇൻട്രാഡേ ചെയ്തേക്കാമെന്ന് ആരും കരുതരുത്. നല്ല ഫ്ലക്ച്വേഷനുള്ള ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ സ്റ്റോക്കാണ്. നല്ല രീതിക്ക് ഹൈയിലേക്ക് പോവുകയും പെടുന്ന താഴേക്ക് വരികയും നമ്മുടെ ആ ഒരു മാനസിക നില തെറ്റിപ്പോകുന്ന രീതിക്ക് ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി വളരെയേറെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടാത്ത രൂപത്തിലാണ് ഇതിൻ്റെ ഒരു മൊമെൻറ്റം എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക. എന്നിട്ട് വളരെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻട്രാഡേയിൽ കൈവെക്കുക. നെക്സ്റ്റ് 52 വീക്കിലോ നോക്കുമ്പം ഈ 329.15 അഥവാ 329 രൂപ 15 പൈസയും 52 വീക്കിൽ ഹൈ നോക്കുകയാണെങ്കിൽ 795 രൂപ 40 പൈസയുമാണ്. അഥവാ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 52 വീക്ക് ഇടയിലുള്ള ആളുകൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി നൽകിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അടുത്തത് ഒരു ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുന്നതിന് മുമ്പായിട്ട് അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ 6 പേരാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. അതിൽ തന്നെ 83% ബൈ റെക്കമെൻഡേഷനാണ്. കറൻ്റ്ലി എത്രയാണോ ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വാങ്ങിക്കാനാണ് 83% പറയുന്നത്. ഹോൾഡ് ചെയ്യാൻ ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല. സെല്ല് ചെയ്യാൻ 17% സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് താരതമ്യേന നമ്മൾ നോക്കുമ്പം ഹൈ എൻഡായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 83% വാങ്ങിക്കാൻ തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫണ്ടമെൻ്റൽ സൈഡാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 58,544 കോടി രൂപയാണ് കമ്പനിക്കുള്ളത്. പി ഇ റേഷ്യോ TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 88ഉം PB റേഷ്യോ 13.43, ഇൻഡസ്ട്രി പി ഇ റേഷ്യോ നോക്കുകയാണെങ്കിൽ 83.79, ഡെപ്റ്റ് ടു ഇക്വിറ്റി 1.04. അതുപോലെ ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ 14.37%, EPS TTM ബേസ് ചെയ്തിട്ടാണെങ്കിൽ 6.45, ഡിവിഡൻഡ് ഈൽഡ് 0.21%, ബുക്ക് വാല്യൂ വരുന്നത് 42.27, ഫേസ് വാല്യൂ 10 രൂപയുമാണ്. ഇനി ഫിനാൻസ് സൈഡിൻ്റെ 3 ത്രെഡ്സുകൾ നമുക്ക് പരിശോധിക്കാം. റവന്യൂ, പ്രോഫിറ്റ്, നെറ്റ്വർത്ത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാവി എന്തെന്നുള്ളത് അറിയാൻ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നോക്കുക. അതിൻ്റെ ലോങ് ടൈം വിഷൻ എന്താണെങ്കിൽ വ്യൂ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വാർഷികം ഇയർലി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കിയാൽ ഏറെക്കുറെ ഒന്ന് ധാരണയിലെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ റവന്യൂയുടെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള കണക്കൊന്ന് നോക്കാം. നമുക്കിപ്പോൾ നിലവിലുള്ളത് 2023 ഡിസംബർ ക്വാർട്ടർ 2024 ഡിസംബർ ക്വാർട്ടർ വരെയാണ്. 2023 ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ റവന്യൂ 5,243 കോടി രൂപയും 2024 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 4,564 കോടി രൂപയും ജൂൺ മാസം 2024 ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 5,558 കോടി രൂപയും. അഥവാ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 1000 ചില്ലറ കോടി രൂപയുടെ വർധനവ് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സെപ്റ്റംബർ 2024 ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം വീണ്ടും നല്ല രീതിക്ക് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. 6,091 കോടി രൂപയാണ്. 2024 ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 7,318 കോടി രൂപയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ നിന്ന് നല്ല രീതിക്കുള്ള ഉയർച്ച കമ്പനിയുടെ വളർച്ച വന്നിട്ടുണ്ട് എന്നുള്ളത് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ തന്നെ നമുക്ക് ഇയർലി ബേസ് ചെയ്തിട്ടുള്ള കണക്ക് കൂടി പരിശോധിക്കാം. 2020, 21, 22, 23, 24 വർഷത്തെ കണക്കുകൾ അഥവാ 5 വർഷത്തെ കണക്കുകളാണ് ആകെ നമുക്ക് മുമ്പിലുള്ളത്. 2020 കമ്പനിക്ക് 10,181 കോടി രൂപയുടെ റവന്യൂ ആണുള്ളത്. 2021 വന്നപ്പം അല്പം താഴോട്ട് പോയിട്ടുണ്ട്. 8,619 കോടി രൂപയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് വലിയ കാര്യമാക്കേണ്ടതില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് 2022 വാർഷികം ഒരു സാമ്പത്തികം വർഷം ക്ലോസ് ചെയ്യുമ്പം 10,856 കോടി രൂപയിലേക്ക് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്.
ഉയർന്നിട്ടുണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് ടെൻഡൻസി ഉള്ള കാര്യം തന്നെയാണ്. 2023 വർഷം ക്ലോസ് ചെയ്യുമ്പം 14,109 കോടി രൂപയിലേക്ക് വീണ്ടും ഉയർന്നിട്ടുണ്ട്. 2024 സാമ്പത്തിക വർഷം ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം 18,622 കോടി രൂപയിലേക്ക്, അഥവാ ഈ 5 ലെഗ്സുകളിൽ 5 വർഷത്തെ ഏറ്റവും വലിയ നല്ലൊരു ഫിഗർ, നല്ലൊരു ഡിജിറ്റ് ഉണ്ടാക്കിയത് ഈ ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിലാണ്. 18,622 കോടി രൂപ. റവന്യൂയെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടർലിയും ഇയർലിയും നോക്കുകയാണെങ്കിൽ നല്ല പോസിറ്റീവ് സൈഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പരിഗണിക്കുന്നത്. 2023 ഡിസംബർ ക്വാർട്ടർ 2024 ഡിസംബർ ക്വാർട്ടർ വരെയുള്ള കണക്കുകൾ. പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ലാഭത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2023 ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 180 കോടി രൂപയാണുള്ളത്. 2024 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 137 കോടി രൂപയും, ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 178 കോടി രൂപയും, 2024 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 130 കോടി രൂപയും, അഥവാ അല്പം ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 219 കോടി രൂപയായിട്ട് ഉയർത്താൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. അഥവാ 5 ക്വാർട്ടറിൽ ഏറ്റവും നല്ല ഡിജിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പ്രോഫിറ്റിൻ്റെ ബേസിൽ 219 കോടി രൂപയാണ്. അത് തന്നെ ലാസ്റ്റ് ക്വാർട്ടറിലാണ്, ഡിസംബർ 2024. ഇതിൻ്റെ തന്നെ ഇയർലി ബേസ് ചെയ്തിട്ടുള്ളത് നോക്കാം. 2020, 21, 22, 23, 24 ക്വാർട്ടറിൽ ഈ വർഷത്തിൽ നമുക്ക് കണക്ക് കിട്ടുമ്പം 2020 കമ്പനിക്ക് കേവലം 142 കോടി രൂപയാണ് പ്രോഫിറ്റ് ഉള്ളത്. 2021 എത്തുമ്പം വളരെ താഴ്ന്ന മൈനസായിട്ട് 6.07 കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടായത്. അഥവാ പ്രോഫിറ്റില്ല, മൈനസായിട്ട് പോയിട്ടുണ്ട്. അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ട് നല്ല രീതിക്ക് അവർക്ക് ഇൻക്രീസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2022 വരുമ്പം 224 കോടി രൂപ തിരിച്ചു പിടിക്കാൻ, അത് സാമ്പത്തിക പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ചെറിയൊരു കാര്യമല്ല എന്ന് നമ്മൾ ഓർത്തെടുക്കാൻ പറ്റും. 2023 വർഷത്തിൽ 432 കോടി രൂപയും 2024 596 കോടി രൂപയും കമ്പനിയുടെ പ്രോഫിറ്റാണ്. അഥവാ ഈ ഒരു കണക്കുകൾ ഏറ്റവും മുതിർന്നു നിൽക്കുന്നത്, ഹൈ എൻഡായിട്ട് നിൽക്കുന്നത് 2024 റവന്യൂയുടെ കാര്യം പരിഗണിച്ചതുപോലെ തന്നെ. നെറ്റ് വർത്തിൻ്റെ കാര്യം ഒന്ന് നോക്കാം. നെറ്റ് വർത്തും തിരക്കേടില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. 2020 to 2024 5 വർഷത്തെ കണക്ക് നോക്കുമ്പം 2020 കമ്പനിക്ക് 2,158 കോടി രൂപയാണുള്ളത്. 2021 2,827 കോടി രൂപയും, 2022 കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 3,138 കോടി രൂപയും. അല്പം ഒന്ന് വീണ്ടും ഉയർത്താൻ 2023 സാധിച്ചിട്ടുണ്ട്, 3,634 കോടി രൂപ. ഏറ്റവും വലിയ ഒരു ഫിഗർ നെറ്റ് വർത്തിൻ്റെ കാര്യത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ട് ഉള്ളത് 2024 4,188 കോടി രൂപയാണ്. ഫുള്ളി നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ലെഗ്സുകളും വളരെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ്, നമുക്ക് ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് ആരൊക്കെയാണ് നടത്തിയിട്ടുള്ളത്? പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെ 62.85% ഉണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് അഥവാ ഓണേഴ്സിന് ഈ കമ്പനിയിൽ എത്രത്തോളം അവർക്ക് പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഫിഗറിൽ നിന്ന് ഏകദേശം ഒരളവ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം, അവരും നല്ല രീതിക്ക് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 16.37% ആണ് നല്ല ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഹോൾഡിങ്ങിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തി പോരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടുകാർ 11.75% അവരും കൈവച്ചിട്ടുണ്ട്. കാരണം മ്യൂച്വൽ ഫണ്ടുകാർ വെറുതെ ഒന്ന് വാങ്ങിച്ചു വെക്കുന്ന രീതി ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷം മനസ്സിലാക്കാം. എങ്കിലും ചിലതൊക്കെ ഉണ്ടായേക്കാം, അത് പറയാൻ കഴിയില്ല. എന്നാലും മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ 11.75% ഉണ്ട് എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്, ടെൻഡൻസി ഉള്ളതാണ്. റിട്ടേൺ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ 7.21%, അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 1.83%. ഇതിൽ റിട്ടേൽ ആൻഡ് അതേഴ്സ് അത് നമ്മളെപ്പോലത്തെ ആളുകൾക്കിടയിലുള്ള വളരെ കുറഞ്ഞ സ്റ്റോക്കുകളെ ഉള്ളൂ എന്നുള്ളതും കൂടി ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു കമ്പനി കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു ഓവർവ്യൂ. പക്ഷേ ഇനിയും തകരാനും ചെറിയ തോതിൽ താഴെ പോകാനൊക്കെ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത ഉണ്ട് എന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ള നിലക്ക് പറയാൻ കഴിയും. പക്ഷേ പെടുന്നതിനെ തന്നെ അത് തിരിച്ച് കയറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എല്ലാം എൻ്റെ ഒരു ഒപ്പീനിയൻസ് മാത്രമാണ്. നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഹാർഡ് ആൻഡ് മണി ഇൻവെസ്റ്റ് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് സ്വന്തമായി അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നല്ലൊരു സാമ്പത്തിക വിദഗ്ധനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ ഫണ്ട് വിനിയോഗിക്കുക. നഷ്ടങ്ങളൊന്നും ഇല്ലാത്ത നല്ല ശുഭ ദിനങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.